പിന്നെ സങ്കടം ബോധിപ്പിക്കുന്നു. ആണോ? അടുത്തത് പച്ച നല്ല പറ്റിക്കണം. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറയും, നിങ്ങൾ പറയേണ്ടത്. ഇന്നത്തെ പരിപാടി ഗിഫ്റ്റ് അൺബോക്സിംഗ്. ഇരുന്നൂറോളം ഗിഫ്റ്റ്. അപ്പൊ 200ഓളം ഗിഫ്റ്റ് ആണ് ബാക്കിൽ കാണാണ്ടോ. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. അപ്പൊ ഹലോ ഗൈസ് എന്തായാലും പഠിക്കാം. അല്ല പഠിച്ചു കേട്ടോ. ഇനി മതി, കഴിഞ്ഞു. ഇനി അടുത്തത് കേട്ടോ. ഗായ്സ്, ഗായ്സ്, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇന്ന് ലസമോൾക്ക് കിട്ടിയ ഗിഫ്റ്റ് മൊത്തം അൺബോക്സ് ചെയ്യുന്ന പരിപാടിയാണ് ഗൈസ്. അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്നാ വാ. ഇത് ടോട്ടലി ലസക്ക് കിട്ടിയ കേട്ടോ. മാഷാ അല്ലാ, മൊത്തത്തിൽ കിട്ടിയാണ്. അപ്പൊ എല്ലാരും ഓരോ മാഷാ അല്ലാഹ് പറഞ്ഞോളി. ജിൻസിക്ക് ഭയങ്കര പേടി, ജിൻസിക്ക് ഉമ്മാക്കൊക്കെ ഭയങ്കര പേടി. ഇതൊക്കെ പാടെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ലസമോൾക്കൊന്നും കിട്ടൂല. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അല്ലേ? ഇതൊക്കെ കാണിച്ചാലേ ഈ ലസമോൾക്കൊന്നും കിട്ടൂലേ? അല്ല, ഇതൊക്കെ കാണിച്ചാലേ എന്താ പടേ അൻഷിഫിന്റെ കുടീത്ത മാതിരി എന്താ പടേ കൊറേ ഗിഫ്റ്റ് കാണിച്ചാലേ ഇനി ഒന്നും കിട്ടൂലേന്ന്. അതല്ല, മാഷാള്ള പറഞ്ഞാ പോരെ, മാഷാള്ളാന്ന് പറഞ്ഞാ പോരേന്ന്. ആദ്യത്തെ ഗിഫ്റ്റ് ആദ്യം ഈ സ്കൂട്ടി മാറ്റിക്ക്. സ്കൂട്ടി പിന്നെ ജിൻസിന്റെ ഇപ്പാന്റെ വകയാണ് അല്ലേ? പിന്നെ അതുപോലെ കാറുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ജീപ്പ് കാറ് കണ്ടിരുന്നില്ലേ? ജീപ്പ് ഓളെ ഉപ്പാന്റെ വകയാണ്. മാഷാള്ള. അപ്പൊ അതെന്തായാലും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് ഞാൻ ആരെ വകയെന്ന് പറയണ്ട. കാരണം എന്താ അറിയിച്ചു, ഇത് അത് നമ്മൾ ഒരാളെ കുറച്ച് കാണുന്ന പോലെ. ചിലര് ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവും, ചിലര് വലിയ ഗിഫ്റ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കണില്ല. എല്ലാം അൽഹംദുലില്ലാ. മനസ്സിലായില്ല, ആരൊക്കെ തന്നതാന്ന് അറിയില്ല. അതാണ് എൽഷാക്ക് പറഞ്ഞത്. അല്ലാണ്ട് വലിയ ഗിഫ്റ്റ് ചെറിയ ഗിഫ്റ്റ് ഒന്നല്ല. ചിലവര് തന്നോലെ പേര് ഓർമ്മയുണ്ട്, ചിലവര് തരാത്തോലെ പേര് ഓർമ്മയില്ല. അല്ല, തന്നോലെ പേര് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞുതരാം എന്താ പറഞ്ഞ വെച്ചാണെങ്കില്, തന്നോലെ പേര് ചിലവരത് ഓർമ്മയുണ്ട്, ചിലവരത് ഓർമ്മയില്ല. ആരൊക്കെ തന്നുള്ളതെന്ന് വെച്ചാൽ ഈ സമയത്ത് ആരതാ തന്ന് ചിലവരത് ഒരാളത് പറയും, ചിലവരത് പറയാണ്ടിരിക്കും. അപ്പൊ മോശമല്ല. ഇന്നല്ല ആരതും പറയില്ല. ഒന്നാമത്തെ സമ്മാനം എന്താണ് ഇപ്പൊ നമ്മള് കാണിക്കുന്നത്. ഇതിന്റെ പാട്ടൊക്കെ ഉണ്ട് കേട്ടില്ല? എന്ത് ഞാന് കൊറേ നോക്കി അവിടെ സ്വിച്ച് ഒന്നും കണ്ടില്ല. സ്വിച്ച് എവിടെയെന്ന് കണ്ടില്ല. പെട്ടെന്ന് ഓടി കേട്ടോ, സമയമല്ല. പരമാവധി ഇത് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഒരു ഷോപ്പ് തുടങ്ങാൻ. മാഷാ അല്ലാഹ്. കസേര എവിടക്ക പോയിക്കണത്? ഇവിടെ സമ്മാനം പൊട്ടിക്കുമ്പോൾ അതിനെടുക്ക് വാ 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 പാടി. ഹൈവ മാഷാ അല്ലാഹ്. ഹൈവ പാട്ടോടിക്കാം. നഞ്ഞ് മാറ്റി അടുത്തടുത്തടുത്ത് സമയം കളയണ്ട. ഇതൊക്കെ കടയിൽ കൊണ്ടുപോകാനുള്ള അല്ല, കടലുണ്ട് നമുക്ക്. ഓളെ താഴത്തിറക്കിക്കോളാം.
അല്ല പൊട്ടിച്ചിട്ടാണ്. പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിക്കണ്ടോ? ഇതിപ്പോ എന്താ ഇത്? ഒരു സുഖല്ല, പെട്ടെന്ന് പൊട്ടിക്കണം. അത് കട്ടിയേണ്ടി വരും. നോക്കട്ടെ. കിച്ചൺ സെറ്റ് ഇത് ഇവിടെ വെച്ചാൽ ഈ പെട്ടി മാറ്റി. പെട്ടി കിച്ചൺ സെറ്റും ഒരു ബൊമ്മക്കുട്ടി അതിന്റെ ഉള്ളിലേക്കാ പോകുന്നത്. ഒക്കെ വലുത് തോന്നുന്നു. അടുത്തത് ഗൈസ്, അടുത്തത് നെക്സ്റ്റ്. ലസനെ നോക്കണ്ടോ? ലസക്ക് സ്കൂട്ടിയാണ്. സ്കൂട്ടിയോ? നോക്കട്ടെ, എന്നാലും എടുക്ക്. കിറ്റിയാളാവൂല. സ്കൂട്ടി എന്നാലും ഇരുത്തി വെറുതെ വെച്ചാല് വെറുതെ സാധനം വെക്കണ സമയമില്ല. എന്റെ കുട്ടനോട് ഇരുത്തിക്കണം. കുട്ടി നമുക്ക് കളിച്ചിരുന്നോളേ. ജസ്റ്റ് ഫിറ്റ് ചെയ്താൽ മതി, വലിയ പണിയൊന്നുമില്ല. ഈ സാധനം ബാക്കിലെത്തും. അടുത്തത് ഉമ്മ ഇവിടെ ഇരുന്നോ? ഉമ്മ ഇവിടെ ഇരിക്കേ. അല്ല ഇരുന്നോട്ടെ, നീ വയ്യാതോ. മാഷാ അല്ലാഹ്. ഡ്രസ് എവിടെ വെക്കാം? എവിടെ വെക്കാം? എന്താ? ഓ അടിപൊളി 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 അടിപൊളി. ഉഷാർ. മാഷാ അല്ലാഹ്. ഇതെന്താ ഇത് ബാക്കും കാണിച്ചിരിക്കണ്? ഇങ്ങോട്ട് വാ. ഓക്കെ. ഇവളാണെങ്കിലോ പെരും അടിയവള്. ഓ മാഷാ അല്ലാഹ്, അടിപൊളിയൊക്കെ ഉണ്ടല്ലോ. ഇനി ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ ഗിഫ്റ്റുകൾ ഏതൊക്കെ തന്ന് നിങ്ങൾ ചിലവർ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അവർ ജസ്റ്റ് കമൻറ്റ് ഇട്ടാളി ഏതാണ് നിങ്ങളത് എന്നൊക്കെ വേണമെങ്കിൽ. ചിലപ്പോൾ ഞമ്മക്കറിയില്ലല്ലോ പേരും കാര്യങ്ങളൊന്നും. മാഷാ അല്ലാഹ്, അടിപൊളിയായിക്കണം അല്ലേ? ഓ സെറ്റ്. അടുത്തടുത്ത് ലസ എടോ കടയിൽ പോയി മേടിക്കേണ്ട സമയക്കണല്ലോ. അതൊക്കെയാണ് പൊലിവായിട്ട് ഇതൊക്കെ പാടെ കണ്ടിട്ടേ. കത്തിത്തുറക്ക്, പെട്ടെന്ന് കത്തിത്തുറക്ക്. ഒന്നും വേണ്ട, ജീൻസ് ഇത് എത്ര വട്ടം കണ്ടത്. തൊള്ളടാനും വെജബളെ കൊണ്ട് മൈൻഡ് ആക്കൂല. ഞോളെ അല്ല സോറി കുട്ടിയെ എല്ലാതും വണ്ടിയായോ? ഇനി വണ്ടി കുട്ടീനെ പറ്റിക്കാം. അപ്പൊ ഇവിടെ പോയി എടുക്കട്ടെ. ഇനി ഒരാള് ഇതൊക്കെ വേസ്റ്റ് ഒക്കെ അവിടെ കിട്ടാം. ആ പെട്ടിനുള്ളിൽ കിട്ടാം. അതിനുള്ള അവിടെ കിട്ടാം. അതിനെടുക്ക്. അതിനെടുക്കണ്ടേ? ലേസ ഹലോ, ജലദോഷം. അതാ രണ്ടും ഒരുമിച്ച് വിളിക്കല്ലേ. രണ്ടെണ്ണത് പൊട്ടിക്കണ്ട അല്ലേ? പൊട്ടിക്കണ്ട ആണോ? ലാസ്റ്റ് നമ്മളിത് എന്ത് ചെയ്യപ്പോ? ലാസ്റ്റ് ഞാൻ പുതിയൊരു കട തുടങ്ങുന്നുണ്ട് കേട്ടോ ഗൈസ്. ലൈസ കടയുടെ പേരെന്താ? ലൈസ ടോയ്സ് ആൻഡ് ഡ്രസ്. പെട്ടെന്ന് പൊട്ടിക്കണ്ട, പൊട്ടിക്കുന്ന ആൾക്കാര്. അടുത്തത്
ഒരു ടെഡി കുട്ടി കുറച്ചേരം ഞാൻ ഇവിടെ വെക്കാം. അടുത്തത് നെക്സ്റ്റ് ഓക്കെ. അങ്ങനെ എടുക്കണ്ടായി ഓ അടിപൊളി നൈസ് ആ ഒന്ന് രണ്ട് നല്ല രസമുണ്ട്. മൂന്ന് എന്താ മറ്റേ സാധനം ഇതാക്കിയ സാധനം ക്യാമറ കാണിച്ചു എല്ലാരും പേടിച്ചോ? കളർ മാറുന്നു പേടിക്കണ്ട. ഗ്ലാസ് ഇല്ല തിരിച്ചു ഫ്രണ്ട് ക്യാമറ വേണ്ട, അത് കറക്റ്റാണ്. നോക്കിയാ ഇതെന്താ കാണൂല ഫ്രെയിം ഗൈസ് പൊട്ടി അത് സംഭവം പൊട്ടി ഗൈസ്. ഇതിനെ സങ്കടം ബോധിപ്പിക്കുന്നു. ഒരു ഹാമ്പർഗർ വാങ്ങിച്ചിട്ടാ ആണോ? ഇതാട്ടോ പൊട്ടിക്കണേ. പറയ് അടുത്തത്. അല്ല ലസ എന്തെങ്കിലും തിന്നണോ കേട്ടോ. ലസ ആണെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി, അപ്പൊ തിന്നു. ഈ വാവ ഓർക്കിക്ക പൊട്ടിച്ചങ്ങള് ഒന്ന് പൊട്ടിക്കുമ്പോ പൊട്ടിച്ചോളി. ഒരാളൊന്ന് പൊട്ടിക്കുമ്പോ ഒരാൾ പൊട്ടിക്കണ്ടെന്നുള്ളൂ. അപ്പൊ കാണിക്കാൻ പറ്റൂല. ഞാൻ അടുത്ത പൊട്ടിക്കത്. അതിനെ പൊട്ടിച്ചോ? ആ ഇത് പൊട്ടിച്ചോ. ഇത് പൊട്ടിക്ക. ഓപ്പൺ ചെയ്യുമ്പോ ക്യാമറ വെക്കണ്ട. അതൊക്കെ മമ്മക്കൂടെ കിട്ടിയാ മതി. നല്ല കാണണ്ടമ്മ അവ കൊടുത്ത് ഓ മാഷാ നല്ല കാണണ്ട അടിപൊളി സെറ്റ് ഉഷാറായി ഗൈസ് ഇവിടെ കൊണ്ടുവന്നില്ലേ ഒരു മിനിറ്റ്. മുതൽ ഇത് താക്കുന്നത് ഇതോ ഇതിന്റെ പൊട്ടിക്കാൻ നോക്കുക എന്തോ നല്ല കാണണ്ട നല്ല കാണണ്ട പെട്ടെന്ന് അതും വേണ്ട എന്തോട്ടില് ഊഞ്ഞാല ഊഞ്ഞാല ആ ഊഞ്ഞാല. കത്തി അവിടെ ഇടരുത്. ആ എനിക്ക് ആടാ ഊഞ്ഞാലിട്ടി. അടുത്തത് നെക്സ്റ്റ് ഇതാണ് ഇവിടെ കേട്ടോ. നെക്സ്റ്റ് ഇനി ആരും പറയണ്ട മക്കളത് പറഞ്ഞു മക്കളത് പറഞ്ഞു കേട്ടോ. അല്ല മക്കളിങ്ങനെ പൊട്ടിക്കും. എല്ലാവരും ഒരുമിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. കാരണം ഏതൊക്കെ കാണിച്ചത് ഡ്രസ് ഓളെന്നെ പൊട്ടിക്കുന്നുണ്ട് അവിടുന്ന്. എല്ലാരും പൊട്ടിക്കുമ്പോ ഓൾക്കും പൊട്ടിക്കണ്ടേ. ഒരു ഇത് ചെയ്യോ പൊട്ടിച്ചോ. അടുത്ത നെക്സ്റ്റ് ഇതൊക്കെ പൊട്ടിക്കെടുക്കാം. സ്റ്റിക്ക് അവിടെ ഉണ്ട് കേട്ടോ. തല കെട്ടിയോ നല്ല അടുത്തത് ഇതും മക് ഇഷ്ടായി. അടിപൊളി എന്റെ ഫ്രണ്ട് ഇവിടെ മാമ ഇതൊക്കെ പൊട്ടിയതാ പൊട്ടിച്ചതാ. മദസബുക്കോ ഇതെന്താ? മദസബുക്ക് അത് പെട്ടിയായിരിക്കും. എന്താ ഈ പൊതപ്പോ ജിൻസി കിടക്കാൻ പൊതപ്പായിരിക്കും. എന്ത് കൊറേ ആ ശരി.
വാവ് വാവ് ലസ കത്തിയുടെ കൊള്ളല്ലേ വാവ് ലസ ലസ ശരിയല്ലേ ലസ അല്ല പച്ചോനെ കുട്ടിക്ക് എത്ര ഗിഫ്റ്റാ മാഷാ അല്ലാ മാഷാ അല്ലാ പച്ച നല്ല പറ്റിക്കണം ഇത്രയൊക്കെ കിട്ടിയിട്ടും പച്ചയാണ് ഞങ്ങളെ കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഓള് നിൽക്കുന്നത് പച്ചനെ ഞങ്ങൾ വിടൂല എന്താ ഡ്രസ് അല്ലേ മാഷാ അല്ലാ അടിപൊളി അടിപൊളി മാഷാ അല്ലാ മാഷാ അല്ലാ അപ്പോൾ പെരുന്നാൾക്ക് നമ്മൾ ഷോപ്പ് തുടങ്ങുന്നുണ്ട് ലസ എന്നാണ് കടയുടെ പേര് ഇതൊക്കെ പൗതി വിലക്ക് വെക്കുന്നുണ്ട് എന്നൊക്കെ അത് ലേറ്റ് എന്തെങ്കിലും അത് നിലത്തിടണ്ട അത് പിടിക്കോ അല്ല ഇത് വർക്ക് ചെയ്യാൻ നോക്കണം ആ അത് കേട്ടോ ബാറ്ററി കൊടുക്കാണ് അവിടെ ലാസ്റ്റ് നോക്കാം മാലാഗയുടെ എന്തോ സംഭവങ്ങളാട്ടോ അത് നോക്കട്ടെ കാണിച്ച നേരെ കാണിക്കാം അത് ഡാൻസ് കളിക്കണ എന്തെങ്കിലോ അതൊക്കെ ഒന്നില് വെക്കട്ടോ അല്ലെങ്കിൽ മാറും അതേപോലെ ഒറ്റ മിനിറ്റ് പൊട്ടിക്കുമ്പോ വേറൊരു സംഭവം ഉണ്ട് ചെയ്യാന് ഇവിടെ മാറ്റാൻ വേണ്ടിട്ട് പറഞ്ഞ കഥ നമുക്ക് പറ്റിയില്ലെങ്കിൽ മാറ്റാൻ വേണ്ടി 3 കവർ അത് ലാസ്റ്റ് പൊട്ടിക്കാം ലാസ്റ്റ് ഓക്കെ കാരണം എന്താ പറയുക ഇവിടെ നമ്മളെ ഫാമിലിത്തെ ആൾക്കാരൊക്കെ നമ്മളൊരു ഏട്ടന്റെ കട ഉണ്ട് ഇവിടെ ജീമാസ് അപ്പൊ അവിടുത്തെ ആയതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മാറ്റാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ മാറ്റി വെച്ചിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ കേട്ടോ വേറെള്ളൊന്നും ഇപ്പൊ നമുക്ക് മാറ്റാൻ പറ്റൂലല്ലേ നമ്മളെ കടയാവുമ്പോ ഒറ്റ കാര്യം ചെയ്യോ നിങ്ങൾ ഇത് പൊട്ടിക്കുമ്പോ ഒക്കെ ഒന്ന് അങ്ങോട്ട് ഇടും ഇവള് ഒക്കെ തിന്നുക ആനെ ആന ആ തിന്നണു പഠിച്ചോനെ രചന നോക്കണ്ടോ അയ്യോ മാഷാ അല്ലാ അടിപൊളി 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 ചിലവരതൊക്കെ പേര് ഞങ്ങൾക്ക് അറിയാം പിന്നെ അത് പറയുമ്പോ എല്ലാവരുടെയും പറയണ്ടെന്ന് വിചാരിച്ചിട്ടോ ആണോ ഗിഫ്റ്റ് ബോക്സ് ചെയ്യുന്നതാണ് നല്ലത് ഇവിടെയൊക്കെ പൊളിക്കും എനിക്ക് കൊറേ സംസാരിക്കാൻ വയ്യ അതായത് ഇവിടെ പ്രശ്നമായിട്ടേ ഹോസ്പിറ്റലിൽ നിന്ന് പോയിനു അപ്പൊ കൂടുതൽ സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞതാ ഇതെന്താ ആരെന്ന് പറയണ്ട നമ്മളത് ഇത് കമ്മല് സാധനങ്ങളാരോ റിബണ് ഞാൻ പറഞ്ഞൊക്കെ കുട്ടി എന്തെങ്കിലും തിന്നു നോക്കണം കേട്ടോ അയ്യോ അടിപൊളിയായിരിക്കും നല്ല സെലക്ഷൻ അല്ലേ മുടുക്കി പൊട്ടിക്കോള് പൊട്ടിക്ക് 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 എന്നാ പൊട്ടോ ഓ അത് കാണിച്ചേ അതാരാന്ന് നിനക്കറിയാം മാഷാ അല്ലാ എന്താ സംഭവം ആരും വിചാരിക്കണ്ട അങ്ങനെ പറയുന്നത് അയ്യവ ഇതെന്താ ആ മനസ്സിലായി അയ്യവ മാഷാ അല്ലാ അല്ല പച്ചോനെ അല്ല പച്ച അവ കൊടുത്താ എന്തൊരു ഉഷാറില്ലാത്ത മുഷ്ഫിഖൊന്നും ഉഷാറില്ല കേട്ടോ ആ അവൻ വരുത്തേക്ക് വെറുതെ ലസന ലസ അവിടെ ഇരിക്കേ
അതൊക്കെ നിലത്ത് കൂട്ടോ, വെറുതെ ഇരുത്തിയാൽ മതി പൂതിക്ക്. അല്ല പച്ചോനെ അപ്പൊ ഗോ വാവ് മാഷാ അല്ലാഹ്, അടിപൊളി അടിപൊളി. മക കെട്ടിപ്പിടിച്ചോ ഒന്ന് കൊണ്ടേക്കോണ്ടോ ലെൻസ്? ഇതെന്താടി? മാന്ത്രികവടിയാണതേ. ആ മാന്ത്രികടിയെന്നൊക്കെ തോന്നുന്നു കേട്ടോ, എന്തോ മേജിക് ആണല്ലോ തോന്നുന്നുണ്ട്. അല്ല വെള്ളം കുടിക്കണ ബോട്ടിലാണ് മാന്ത്രിക വടിയാന്നൊക്കെ. അങ്ങനെയാണ് നാളെ മുതൽ മേജിക് കാണിക്കാൻ പോയി ചേച്ചി. അതിനെ പറഞ്ഞേ മാന്ത്രിക വടിയാണെങ്കിൽ നാളെ മുതൽ മേജിക് കാണിക്കാൻ പോയി ചേച്ചി. കുട്ടി കുടിക്കാനേ, കുട്ടി ഇപ്പൊ എത്ര വലിയ വെള്ളത്തിൽ കുടിക്കുക, ഇതൊക്കെ ഞാനാ കുടിക്കാൻ. ഇതൊക്കെ ഇതാരെന്നാണേലും ഇതൊക്കെ ഞാൻ കുടിക്കാനുള്ളതാണ്, ഒന്നും വിചാരിക്കരുത്. കാരണം വലുതായതുകൊണ്ടാണ്, ചെറുതാണെന്ന് ഞാൻ കുട്ടി കൊടുത്തത്. കുട്ടി കൊടുക്കാനുള്ളതൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാനും കുഞ്ഞോളൊന്നല്ല ഒക്കെ കാണാൻ പൂതിയായി. അപ്പൊ ഞാൻ എന്താണ് എന്ത് ചെയ്തറിയോ, വന്ന് വെല്ലനൊക്കെ പൊട്ടിച്ച് അത് അതേപോലെ വെച്ച് പോരാ. അതും അതേപോലെ തന്നെ മാറ്റണ്ട. അതിലെ നെട്ടച്ചോ ഇത് കോഴിക്കോട് ഇത് ഉണ്ടോക്കൊന്ന് അതൊക്കെ പൊട്ടിക്കും, അതൊക്കെ പൊട്ടിക്കും. അത് മേടിച്ചോളാ, മേടിച്ചോ. നല്ലതൊക്കെ ചെറിയ മമ്മൂട്ടി, ലതൊക്കെ ചെറിയ ചെറുത്. ഓ അടിപൊളി അടിപൊളി. ലസ ഒരാൾ പോണോക്കാം, ലസ ഇതേ ഉഷാറ് വേണം ഇത് വൃത്തിയാക്കാനോ. വൃത്തിയാക്കല് ഇജും വാവാവും പാടാലോ കുഞ്ഞി മോള്. കുട്ടിയെ കളിച്ചാനേ ഒരുപാടായി. എന്നാ വരുന്നു ഒരാൾ ഉള്ളിൽ നിന്ന് ഗുഹേന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോ തലയൊക്കെ മുട്ടിട്ടെ ഞങ്ങളത്, അതൊന്നും കാര്യാക്കണ്ട. ആ പിന്നെ പൊട്ടിക്കുമ്പോ കൺഫ്യൂഷൻ ഇതിങ്ങനെ നീക്കിട്ടാ മതിയേ. പത്തൊറ്റ പൊട്ടിക്കാലോ. ആ ഒരു കാല് കിട്ടിക്കണോ സഹൃദകരെ, ഒരു കാല് കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അതിൻ്റെയാണ്, ആ ചെറിയ ഇതിൻ്റെ ആയിരിക്കും. അയ്യവ മാഷാ അല്ലാഹ്, അടിപൊളി. ബാഗും ഉണ്ട്. ബാഗിൽ പൈസ കേട്ടോ പപ്പ തരുന്ന പൈസ ബാഗിലിടാം. മമ്മ പൊക്കണ പൈസയൊക്കെ അതിലിടാം. റെഡി പെട്ടെന്ന് ഇത് പൊട്ടിക്ക്. ഇതെന്താ ഉഷാറില്ലാത്ത എനിക്കിപ്പോ. ഞാൻ എല്ലാവരും അവിടെ ഇരുന്നോളെ, ഞോല് പൊട്ടിക്കോ. ഒരാൾക്ക് ഇവിടെ ഇടുങ്ങാറ് അപ്പന് ഫോണ് കേടുത്ത. അല്ല അത് കുഴപ്പമൊന്നുമില്ല, ഏതാ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല.
അയ്യ അത് പുറത്തേക്ക് എടുത്താ ആ ഒളിഞ്ഞ് മണ്ണ് ആരെങ്കിലും കുടിക്ക് ആർക്കെങ്കിലും മെറ്റലോ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ ഇവിടുന്ന് പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ് ഇത് കേട്ടതിനെ പറ്റി പറയട്ടെ. മെറ്റലോ അല്ലെങ്കിൽ മണ്ണ് എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടെങ്കിൽ ഇവളോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇവളവിടെ എത്തിച്ചേരും. ആ ആണല്ലേ? ആ ഓക്കെ 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 മാഷാ അല്ലാ. അത് MA സെൻസ് കേട്ടോ. ഇതിപ്പോ നിങ്ങൾക്ക് കണ്ടാ അറിയാലോ. എന്താ കേക്കോ? എന്നപ്പോ തിന്നാ എന്തോ സ്പെഷ്യൽ. ഒരാൾ ഞാൻ ഇടയിൽ കൂടെ തന്നെ പോളൂ കേട്ടോ. സ്ഥലമില്ലെങ്കിലും അതിന്റെ ഇടയിൽ പോയി സ്പ്രേ. അടുത്തത് രണ്ടും ഒരുമിച്ച് പൊളിക്കല്ലേ ഏതെങ്കിലും ഒന്ന്. അയവ ആ ഇതൊക്കെ നല്ല ഉപകാരം കേട്ടോ. മാഷാ അല്ലാ. ആ ഡോക്ടറുണ്ട്. അപ്പൊ ഡോക്ടർ ലൈസാമേവിഷ് ഡോക്ടർ എന്ത് പൊട്ടിച്ചിട്ട് കൊയങ്ങി കൊണ്ടു ഓരോന്നെടുത്ത് തന്നോളി. എന്താ കൂപ്പറാണല്ലോ. മിനി കൂപ്പറാണോ? കൂപ്പർ ആയിരം വട്ടം വിളിച്ച നല്ല കനണ്ട് ചെയ്യുന്ന കല്ലാവുന്ന നല്ല കനണ്ട് തരാം. അപ്പൊ ചിലപ്പോ കരിങ്കല്ലാവും. ഇത് വലിയ ഗിഫ്റ്റോ? ഒരു ബിഗ് ന്യൂസ് ഉണ്ട്. കത്തി കാണാൻ കൊച്ചിന്നാണല്ലോ അല്ലേ? അബുതാഹിർ ദോഹ. അത് വേറെ പെട്ടി ഏതോ ആണ്. അത് നോക്കണ്ട. ദോഹ എന്നാണ്. എന്താ ഖത്തറിന്ന് ആരൊക്കെ അയക്കണേ? കത്തിയോ? അമ്മക്കുട്ടിയാ അറിയില്ല. കനണ്ട് എത്ര? കനണ്ട് എത്ര? അതുപോലെ സ്വർണത്തിന്റെ കാണിക്കണ്ടോ? അതും കാണിക്കാം. 2 റിങ് കിട്ടീന്. അടിപൊളിയാക്കണല്ലോ. ഉമ്മ അടുത്ത് നോക്കാം. എന്നാ തന്നെ നമ്മള് നല്ലോണം സ്പീഡാക്കിക്കണേ. ഓരോന്നോരോന്ന് സെറ്റ് ചെയ്യാതെ. ഹലോ വൃത്തിയാക്കുണ്ടല്ലോ. വൃത്തിയാക്കാൻ മുസ്താഖ് ഉണ്ടല്ലോ. നിങ്ങക്ക് വേണം. പൊട്ടിക്കാൻ ഞാൻ കൂടിയിട്ടില്ല. എന്റെ കാര്യം പറയാലോ. അപ്പൊ പിന്നെ ഓ മാഷാ അല്ലാ. അടിപൊളി അടിപൊളി ഗൈസ്. ഇതൊക്കെ തിന്നണോ? ഉള്ളിലുണ്ടോ? പൊട്ടിച്ചിക്ക് നീ ഏതാ? ഒരാൾക്ക് ഇവിടെ സൗണ്ട് ഇല്ല. എനിക്ക് സൗണ്ട് ഇല്ല. പിന്നെ എനിക്കാണെങ്കിൽ ചങ്കിന്റെ പ്രശ്നം. രണ്ടാളും ഒരുമിച്ച് തുറക്കല്ലേ? നോക്കട്ടെ നോക്കട്ടെ.
ഇത് അവിടെ ശക്തി ഐവ ലേസ ലേസ അതൊക്കെ ലേസ മോയല ഇത് മോയല ഇത് ഇതില്ലേ ഇതെന്താണ് മോയല യൂണിക്കോൺ യൂണിക്കോൺ പറഞ്ഞ ബൈക്കല്ലേ ഇതെന്താ ഇതെന്താ കുഞ്ഞോളെ നിങ്ങളെ ഇതെന്താണ് പൊട്ടിച്ച ഡ്രസ്സാ പൊട്ടിച്ച ഡ്രസ്സാണ് ഫിനിഷിംഗില്ല അവിടെ നല്ല തിന്നലോ ഇവിടെ ഫുള്ള് തിന്നലാട്ടോ ഫുള്ള് കച്ചറട്ടി ഒക്കെ തിന്നും അതുപോലെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശരീരേ നടക്കുള്ളൂ അതായത് ഒരു ഒറ്റ നിലത്തുണ്ടെങ്കിൽ ഒക്കെ എടുത്ത് തിന്നും ഓ മാഷാ അല്ലാ ഇതൊക്കെ ഫോണെടുത്തപ്പാ വെച്ചത് എന്നെ കാണിച്ചു അടിപൊളി ഉമ്മ കണ്ടിട്ട അടിപൊളിയില്ലേ ഇത് നല്ല അടിപൊളി ഡ്രസ് ജിൻസി നോക്കാം ഡ്രസ് ഇതൊക്കെ ആ പേഴ്സില് ഇതിലൊന്നും ഒന്നുമില്ലല്ലോ പിന്നെ പേഴ്സിൽ എന്തെങ്കിലും പേഴ്സില് പൈസ ഇടാനേ ആ ഓക്കെ അത് കൊടുത്താണ് ഇത് കൊടുത്താണ് ആ അയവ കുട്ടിക്ക് കട്ട അയവ ഇതൊക്കെ ഡിസൈൻ ആവുന്നുണ്ടല്ലോ ഈ ഡ്രസ് അടിപൊളി ആയിക്കണേ സെറ്റ് ഇപ്പോഴും കരച്ചിൽ കഴിഞ്ഞിട്ടില്ല അതിനടുത്തല്ല ഇതിലൊക്കെ ഹെയർബാൻഡ് അതൊക്കെ ആയിപ്പോയി കിഷാ ഒന്നും ആവൂല നോക്കാം ഒക്കെ കൊണ്ടിടൂ നാവോ നാവോ സ്പീഡില്ലല്ലോ ഓ ഡ്രസ് എന്താ അറിയോ ഹെയർബാൻഡ് ഒക്കെ അതിലായി പോവാ ഇവര് അങ്ങനെ ഇടുമ്പല്ലേ ഹെയർബാൻഡ് ഒക്കെ അതിലേക്കായി പോവാ ഇത് കാണാനില്ല കത്തി ഇവിടെ കാണാനില്ല കത്തി ഉണ്ടായുള്ളൂ ഇത് പൊളിക്കാൻ പറ്റുക എന്നാ അവൻ പൊളിച്ചു ഓക്കെ ഓ സെറ്റ് അടിപൊളി അടിപൊളി കഴിഞ്ഞു അതൊന്നും സ്പീഡില്ലാത്ത ആ അതെന്താ അതവിടെ നിന്ന് ആ അതൊക്കെ ഉണ്ടല്ലേ ഇതിന്റെ ഇടയിൽ കൂടെ വിടില്ലേ ഈ സാധനങ്ങളില്ലേ ലാസ്റ്റ് ഒന്നും നോക്കാം ലാസ്റ്റ് ഒന്നും നോക്കാം ആര് ഇതിപ്പണി 1000 കൊണ്ട് ചിട്ടാണ് നമ്മള് അതിന്റെ കാലമല്ല അല്ലല്ല കാലം അത് സുഗർ ഫിൽസിന്റെ ഐറ്റാണ് അതെ എന്താ പൊട്ടിക്കാത്തപ്പോ എവിടെ പോണ് മൂത്രയൊക്കെ സമയമല്ല ഇങ്ങോട്ട് വാ എല്ലാരും ഉണ്ടോ ഞാനവിടെ ആ ഓക്കെ ഓ ഇത്രയും ആ കൊറേ അല്ല കൊറേ ഫോട്ടോ ഒന്നും ഇല്ലല്ലേ ഉണ്ടോ അയ്യോ അടിപൊളി ഇതാരാ കയ്യിൽ വെക്കട്ടോ അതേമാതിരി വെക്കട്ടോ അങ്ങനെ ഇത് മാറ്റാം നമുക്ക് 2 മോതിര റിങ് കിട്ടിയിരുന്നു കേട്ടോ അടിപൊളി അടിപൊളി താങ്ക് യു അടുത്തത് നെക്സ്റ്റ് അടിപൊളി നെക്സ്റ്റ് വേഗം എന്താ സ്പീഡില്ലാത്ത സ്പീഡില്ല
ഇതാ കുട്ടിയാണെങ്കിൽ നല്ല കരച്ചില്ല. മാമ ഗോൾഡ് ഡ്രസ്. കട്ട നോക്കാം കട്ട പൊട്ടി കളിച്ചാന് നോമ്പല്ലേ അമ്മ എല്ലാവർക്കും കളിച്ചാ? മാമ അല്ല ഗോൾഡ് ഡ്രസ്. അടിപൊളി. അയ്യവാ അടിപൊളി. ഈ ഡ്രസ് ഇതൊക്കെ നോക്കണ്ടേ? കുട്ടിനെ എടുക്കണെന്നാ? കുട്ടിക്ക് ഉറക്കം വന്നിക്കണം. കുട്ടിക്ക് ഉറക്കം വന്നപ്പോ അടുത്തത് പുറത്ത് കൊണ്ടാണോ ജിൻസിയെ? ആ അടിപൊളി. ആ കുട്ടി പൊരിഞ്ഞ കരച്ചിലാണ്. ഇപ്പൊ കുട്ടീനെ ഉറക്കം കൊണ്ടുപോയി. ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടൂല. ആ ഇതൊക്കെ ഒരേ മാതിരി വെക്കട്ടോ, ഒരേ ഇതിൽ വെച്ചോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കഴിഞ്ഞോ? ഇതിൽ എന്തൊക്കെയുണ്ട്? ഇതൊക്കെ എന്താ? ഞാൻ എടുക്കണം. ഓ നൈസ് നൈസ്. അടുത്തത് നൈസ് നൈസ്. വേഗം എടുത്ത് കഴിഞ്ഞോ? ഒച്ചപ്പാട് പോയി. ജിൻസി കുട്ടി പോയപ്പോ ഒച്ചപ്പാട് പോയി. ഒച്ചപ്പാടിലേക്ക് രസം ഉണ്ടാവില്ല. അതവിടെ അങ്ങനെ വെച്ചാൽ പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട. അങ്ങനെ കാണിക്കാം. പൊട്ടിക്കണ്ട, വെറുതെ ഒക്കെ പാടെ പൊട്ടിച്ചിട്ട് ഹെൽപ്പുണ്ട്. എന്നാലും ലാസ്റ്റ് പെട്ടെന്ന് മേടിക്ക്. അടിപൊളി അല്ലേ? പക്ഷെ ഇത് കുറച്ച് വലുതാണ്. ഓക്കെ, കുറച്ച് കഴിഞ്ഞാലും ഉപയോഗിക്കാം. മേടിക്ക്. മീയ പോണ്ട പോണ്ട. അങ്ങനെ വെച്ചായി എടുക്കണ്ട. ഇതെന്താ ഉള്ളില്? ഇറ്റ്സ് എ ഗുഡ് ഡേ. ഇറ്റ്സ് എ ഗുഡ് ഡേ. ഗുഡ് ഡേ. കസാല പൊട്ടൊന്നുമില്ല. ഇത് പാകൊന്നും ആവില്ല. അപ്പൊ കറച്ചിഞ്ഞൊക്കെ എടുക്കിട്ടാവും. നമ്മടെ കൈ കൊടുത്തോ? ഇപ്പൊ ഉറക്കം വന്നിട്ടോ? ഉറക്കം വന്നു. ബാക്കി നാളെ. കഴിഞ്ഞോ? അല്ലിപ്പം വിസറും കണ്ടു പഠിച്ച് അവളോ കൽബകമാകെ പറിച്ച്. നോക്കട്ടെ സ്പെഷ്യൽ സാധനം എന്താ നോക്കട്ടെ. വാവ്, റോബോട്ട്. കനത്തിന് വെച്ചിക്കാണോ? ഓക്കെ, അതൊരു രസം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. സൗണ്ട് ഉണ്ടാക്കുവോ ഫോണിന്? ആ അടുത്തേക്ക് മറ്റേ ലസ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ ഓളൊരു വീട്ടിൽ വിടും. ആ പെട്ടിലെണ്ണ നേരെ പിടിച്ചോ, എന്നിട്ട് ഇത് വെച്ചോ. അയ്യവാ അടിപൊളി. കഴിഞ്ഞോ? മൊത്തം കഴിഞ്ഞോ? അതെന്താ ഇതെന്താ? പെട്ടെന്ന് വേഗം പൊട്ടിക്കോ. ഇതൊക്കെ കഴിഞ്ഞല്ലേ? ഇതിൻ്റെ ഉള്ളിലൊക്കെ ജിൻസി പറഞ്ഞ മാതിരി ഓരോ സാധനങ്ങളുണ്ടാവും കേട്ടോ. അങ്ങോട്ടല്ലേ ട്രൗസർ? അമ്മ അടുത്ത് വെക്കോ. അടിപൊളി കുപ്പായം. കഴിഞ്ഞല്ലേ? ഒക്കെ കഴിഞ്ഞല്ലേ? ഒക്കെ കഴിഞ്ഞു കേട്ടോ. മൊത്തം എന്താ പറയുക
പെരുന്നാൾ കഴിഞ്ഞാണ്ടാവില്ല ചില കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് അതേമാതിരി അതെന്താണ് പേപ്പറെല്ലാം ഇതെന്താന്നറിയില്ല. മന്ത്ലി റവന്യൂ അഡ്മിഷൻ അത് വെറുതെ വെച്ചതാവും. അതോ അതിൽ വെച്ചല്ലോ, അത് മാമാന്റെ. ഇത് വെള്ളം പോയി അത് കുഴപ്പമില്ല, അത് വെച്ചോ. അപ്പൊ ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗിഫ്റ്റ് തന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളേ? ലിഫ്റ്റ് കിട്ടിയല്ല, സന്തോഷായി. എല്ലാരോടും സലാം പറഞ്ഞ. അതെ, വേറൊന്നും പറയാല്ലേ? പിന്നെന്താ പറയാ? പറയാനില്ലേ? പിന്നെന്താ പറയാ? എല്ലാവർക്കും നാളെ റംലാൻ മാസം വരുമ്പോഴാണ് ഇനിയിപ്പോ ചെക്കീച്ചോ കടക്കണേ. എല്ലാരോടും അസ്സലാമു അലൈക്കോട്ടില്ലേ. ഗായ്സ്, അപ്പൊ ലാസ്റ്റ് ക്ലീനിങ് പരിപാടിയാണ്. ക്ലീനിങ് പരിപാടി ഇവിടെ പൊട്ടിക്ക വരുത്തുണ്ടായിരുന്നല്ലോ. ഒരാൾ ഇവിടെ കുട്ടീനെ പിടിച്ചിട്ടുണ്ട്, കുട്ടി ഉറങ്ങിയിട്ടില്ല. വേറൊരാളെ കാണാനല്ലോ, വലിയൊരാള് ആനയുടെ പത്രം. ഈ ആനയുടെ അത്രയൊക്കെ വലിപ്പുണ്ട്. അവനോടെ റൂമിൽ എന്താ പരിപാടി പോയാ കേട്ടോ. എന്താ പരിപാടി ഇവിടെ? എന്ത് പൊട്ടിക്കണ്ടായിരുന്നല്ലോ ഇവിടെ ചാറ്റിങ്. പാവം ജിൻസിയാണ് ഇപ്പൊ ഒക്കെ ചെയ്യണം. അല്ല വേറെ ഒന്നും ഉണ്ടല്ലോ, ഓരോരുത്തർ പറഞ്ഞ സാധനം എനിക്ക് ഓർമ്മ ഉണ്ട് സ്റ്റേജിൽ വന്ന്. അപ്പൊ ഏതൊക്കെ നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എല്ലാരും തന്നേലും എല്ലാതും ഇഷ്ടപ്പെട്ടു. വീണ്ടും കൊറേ കിട്ടട്ടെ. പിന്നെ അതേപോലെ തന്നെ ആരാ എന്താന്ന് ഓർമ്മയില്ലെന്ന് പിന്നെ ചില ആൾക്കാരെ ഗിഫ്റ്റ് നമുക്ക് അറിയും ചെയ്യും കേട്ടോ. പക്ഷെ നമ്മള് ചിലപ്പോ അറിയാത്ത ആൾക്കാരെ ചെറിയ ഗിഫ്റ്റും വലിയ ഗിഫ്റ്റും എന്നൊക്കെ നമ്മള് താരതമ്യം ചെയ്യാൻ പാടില്ലല്ലോ. നമുക്ക് ചെറുതും വലുതും അതല്ലേ കഴിക്കാളെ. അപ്പൊ ചെറുതായാലും വലുതായാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നല്ല നല്ല ഗിഫ്റ്റുകൾ സമ്മാനിച്ചു, കുട്ടിക്ക് സമ്മാനിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. എന്തായാലും തന്നവർക്കൊക്കെ തിരിച്ചു തരണമാതിരി കൂടുതൽ പണം പ്രശ്നം കൊടുക്കട്ടെ. എന്തായാലും വീഡിയോസിൽ എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യാൻ ഞാൻ കൊടുത്തല്ലേ മോശല്ലേ. ഇവിടെ കുറച്ചിനെ കലാന്ന് തുടങ്ങുമ്പോൾ പെട്ടിയാളോ. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ അടുത്ത അടിപൊളി വീഡിയോ വരണ്ടേ. ഇനി നല്ല നോമ്പിന്റെ ഒക്കെ അടിപൊളി സ്പെഷ്യൽ അത്താഴത്തിന്റെ നോമ്പറക്കണിന്റെ ഒക്കെ ആയിട്ട് സ്പെഷ്യൽ വ്ളോഗ് വേണ്ടിയിട്ട് ഞാൻ വരണ്ട് ഇൻഷാല്ലാ. അതുവരേക്ക് ടാറ്റ, ബൈ.